ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അവിടുന്ന് തന്നെ കുറെ മറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ? പറഞ്ഞു തന്നു. അലൈഹി വസല്ലമക്കോ മറ്റേതെങ്കിലും അമ്പിയാക്കൾക്കോ മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവുണ്ട് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അവിടുന്ന് തന്നെ കുറെ മറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ? പറഞ്ഞു തന്നു. അതെവിടുന്നാ കിട്ടിയത്? അള്ളാഹുവിന്റെ വഹി കിട്ടുമ്പോ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാർക്ക് മാത്രം അറിയിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങളിൽ വേറെ മഹാന്മാരെയൊന്നും ഉൾക്കൊള്ളിക്കാറില്ല. ഇവിടെ ഔലിയാക്കന്മാരായ ആൾക്കാർക്ക് ഗൈബറിവെന്നാണല്ലോ ഇപ്പൊ ഇന്നത്തെ ചർച്ചക്കാരൻ. ഇന്ന് അമ്പിയാക്കൾ ആരുമില്ല. ഇന്ന് ഔലിയാക്കന്മാരായ ആളുകൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാനും പറയാനും കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുമെന്ന വിശ്വാസമാണല്ലോ ഇന്ന് നിലവിലുള്ളത്. എങ്കിൽ അതിന് ഖുർആനിൽ വല്ല തെളിവുണ്ടോ? ഖുർആനിൽ പറയുന്നത് അള്ളയാണ് മറഞ്ഞ കാര്യം അറിവുള്ളവൻ. എന്നാൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ചില പ്രവാചകന്മാർക്ക് അള്ളാഹു തആല അറിയിച്ചു കൊടുക്കും. പ്രവാചകന്മാർക്ക് അള്ളാഹു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിൽ മനുഷ്യരിൽപ്പെട്ട ദൂതന്മാരും മലക്കുകളിൽപ്പെട്ട ദൂതന്മാരും പെടും. മലക്കുകളിലും റസൂലുണ്ട്, മനുഷ്യരിലും റസൂലുണ്ട്. ഇവർക്ക് അള്ളാഹു തആല ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും എന്നല്ലാതെ വേറെ ആരും അതിൽ പെടുകയില്ല. യാതൊരു സംശയമില്ല ആ വിഷയത്തിൽ. അതാണ് യാതൊരു സംശയമില്ലല്ലോ. എന്നാൽ ഒരു സംശയം ഞങ്ങൾക്ക് വീടിയിട്ടുണ്ട്. എന്ത്? പ്രവാചകന്മാർക്ക് അദൃശ്യജ്ഞാനം അറിയും, ഔലിയാക്കൾക്ക് അറിയോ ഇല്ലേ എന്നതാണല്ലോ ഇന്നത്തെ ചർച്ച. കാരണം ഇന്നിപ്പോ അമ്പിയാക്കൾ ആരുമില്ലല്ലോ. അപ്പൊ അമ്പിയാക്കൾക്ക് അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞ കാലഘട്ടത്തിലോ അന്ന് അമ്പിയാക്കൾ ഉണ്ടായിരുന്നോ? നിങ്ങൾ പറയുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്നോ? സർവ ഔലിയാക്കളും അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിലായി ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവർക്കൊക്കെ അല്ലാഹു വലിയ കറാമത്ത് നൽകിയവരാണ്, വലിയ സ്ഥാനം കൊടുത്തവരാണ്. കാരണം അവർ അല്ലാഹുവിലേക്ക് മനസ്സറിഞ്ഞ് ചിന്തിച്ച് അല്ലാഹുവിലേക്ക് തിരിഞ്ഞ് ഇബാദത്ത് ചെയ്ത ആളുകളാണ്. റസൂലുള്ളാഹിനെ വല്ലാതെ സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ സർവ്വ സുന്നത്തുകളും ജീവിതത്തിൽ പകർത്തണമെന്ന ലക്ഷ്യത്തോട് ജീവിച്ച ആളുകളാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഔലിയാക്കൾ മറഞ്ഞ കാര്യം പറഞ്ഞത് ചരിത്രത്തിൽ ഒരുപാടുണ്ട്. പരിശുദ്ധ ഖുർആൻ സമ്മതിക്കുന്നതാണ്, ഹദീസുകളിൽ സമ്മതിക്കുന്നതാണ്, ചരിത്ര താളുകളിൽ സമ്മതിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ മനുഷ്യൻ ഒരു കാര്യം മാത്രം പറഞ്ഞ് മറ്റൊരു കാര്യം മൂടിവെച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. എന്നാൽ നിങ്ങൾ കേട്ടോ, മറ്റൊരു മൗലവി തുറന്നൊരു കാര്യം അനുഭവം പറയുകയാണ്. സ്വന്തം ഉമ്മ മറഞ്ഞ കാര്യം പറഞ്ഞത് അദ്ദേഹം വളരെ വ്യക്തമായി വിവരിക്കുന്നു. റിയാദിലെ രണ്ടാമത്തെ മകൻ വാഹനാപകടത്തിൽ മരിച്ചിരിക്കുന്നു എന്ന വിവരം അതേ ഉമ്മ വീട്ടിലിരുന്ന് പറയുന്നതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ സാധാരണ ജനങ്ങൾ ചോദിക്കും, അതെങ്ങനെ ഉമ്മാക്ക് മറിഞ്ഞ കാര്യം പറഞ്ഞത്? അള്ളാഹുവിലേക്ക് നന്നായി അടുത്തപ്പോൾ 5 വക്ത് കൃത്യമായി അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ ശ്രമിച്ചപ്പോൾ അള്ളാഹു ആദരവ് കൊടുത്തു, അള്ളാഹു ബഹുമാനം കൊടുത്തു. അതുകൊണ്ടാണ് അവർക്കിത് പറയാൻ കഴിയുന്നത്. ചിലത് അള്ളാഹു നമുക്ക് പ്രായം ചെന്നവർക്കൊക്കെ അറിയിച്ചു കൊടുക്കും. അതെന്താ അറിയോ? എന്താ? ഒരാദരവാ, ഒരു ബഹുമാനമാണ്. അത് നമ്മളെ കാര്യം നേടാനല്ല. ചിലപ്പോ കണ്ടില്ലേ ഉമ്മ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കണ്, എന്റെ ഉമ്മാങ്ങൾ 3 മണിക്ക് എഴുന്നേറ്റിരിക്കണ്, ഒന്നുമില്ല. എന്തേ? ഒന്നുമില്ല, ഒരു ക്ഷീണം പോലെ. നമ്മളെ മക്കളൊക്കെ അല്ലേ ഇവിടെ, എല്ലാരും ഉണ്ടമ്മ അവിടെ. പിന്നെന്തേ? ഒന്നുമില്ല. നമ്മളെ ആർക്കെങ്കിലും എന്തോ പറ്റിയണോ? ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയണോ? അല്ല, മങ്ങൾ കടന്നോളിമ്മ, കുറച്ചു കഴിഞ്ഞാൽ ഒരു ഫോൺ വരും, റിയാദിലുള്ള 2ാമത്തെ മകൻ അപകടം പറ്റിയിട്ടുണ്ടെന്നൊരു വിവരമുണ്ട്. ഒന്നുമില്ല, അള്ളാഹുവിന്റെ ഒരു ആദരവാ, ബഹുമാന. 5 നേരം നിസ്കരിച്ചനെ, ആളുകളെ പൈസ തിന്നാത്ത മഞ്ഞയിട്ട് ജീവിക്കുന്ന ഒരു ഉമ്മാക്ക് അള്ളാന്റെ ആദരവ് കൊടുക്കണം. അതില്ല എന്നല്ല പറഞ്ഞത്. ഈ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു നഷ്ടം? ഭയങ്കര നഷ്ടമല്ലേ സംഭവിച്ചത്? കാരണം നേരത്തെ മറ്റാൾ പറഞ്ഞിട്ട് പോയിട്ടുള്ളൂ. ഔലിയാക്കൾക്ക് വൈപറിയോ ഇല്ലേന്നാ ഇപ്പത്തെ പ്രശ്നം. ഇന്ന് അമ്പിയാക്കൾ ആരുമില്ലല്ലോ. അതുകൊണ്ട് അമ്പിയാക്കളല്ലാതെ ഒരാൾക്കും അറിയൂല, യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞിട്ടേ അയാളോട് പോയത്. അപ്പോഴാ ഇപ്പം വന്നിട്ട് പറയുന്നത് എന്ത്? ഉമ്മമാർക്ക് വൈപറിയോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന്.
രാത്രി എണീറ്റിട്ട് ഉമ്മ പറയാണ് ഇപ്പൊ ഫോൺ വരുന്നു. അതുവരെ ഉമ്മ പറയാ എന്ത് റിയാദിൽ നടന്ന സംഭവം പറഞ്ഞു, അതോടൊപ്പം മകൻ മരിച്ചത് പറഞ്ഞു, വാഹനാപകടമെന്ന് പറഞ്ഞു. അത് ആ ഓർഡർ ഇവിടെ എത്തും, ഇപ്പോഴെത്തും, എത്തിയിട്ടില്ല. അത് പറഞ്ഞ കാര്യത്തിലൂടെ എത്തിയതാണ് എനിക്ക്. പക്ഷെ അതിന് നിയമമുണ്ട്, 5 വക്ത് കൃത്യമായി നിഷ്കരിക്കുന്ന ആളുകൾ പൈസ നിന്നെടുത്ത് സ്വന്തം പൈസ ഉണ്ടെങ്കിൽ അത് തിന്നാത് തിരിഞ്ഞില്ലേ ഇരിക്കട്ടെ. ഈ നിലക്ക് വൈരുദ്ധ്യം പറയേണ്ടി വന്നത് എന്തുകൊണ്ടാ? ഇതാ ഞാൻ പറയുന്നത്. അടിസ്ഥാനം വിട്ട് പ്രവർത്തിക്കേണ്ടി വന്നു, അടിസ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു.